തന്ത്രിയെ ജനറൽ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന സൂചനകളുണ്ട്. ആ റോഷിബാലുണ്ട് അവിടെ. റോഷിബാൽ, തന്ത്രിയെ ജയിലിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അദ്ദേഹം അവിടെ തലചുറ്റി വീഴുകയായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നാണ് അറിയുന്നത്. അവിടെ അഡ്മിറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒബ്സർവേഷൻ വാർഡിലായിരുന്നു അല്പസമയം. തന്ത്രിയുമായുള്ള വാഹനം നീങ്ങുമ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധനകൾക്ക് ശേഷം അവിടെ അഡ്മിറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. കാരണം നാളെ SIT തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാനിരിക്കുകയായിരുന്നു. തന്ത്രി പറയുന്ന കാര്യങ്ങളും പ്രധാനമാണ്. തന്ത്രിയുടെ മൊഴിയും കേസിന്റെ മുന്നോട്ട് പോക്കിൽ വളരെ നിർണായകമാണ്. പുറമേക്ക് ആരോപണങ്ങൾ തന്ത്രി നിഷേധിക്കുകയായിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ SIT നീങ്ങുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. റോഷിബാലുണ്ട് വിവരങ്ങളുമായി. റോഷി, ഇപ്പോൾ തന്ത്രിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണോ? സ്മൃതി, തന്ത്രി രാജീവ് ഖണ്ഡറെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ പോലീസ് വാഹനത്തിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് പ്രാഥമിക ചികിത്സ ജനറൽ ആശുപത്രിയിൽ നൽകി. അതിനുശേഷം തുടർ ചികിത്സകൾക്കായിട്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവിടെ പ്രാഥമിക പരിശോധനകൾക്ക് പൂർത്തിയാക്കിയതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് തിരിച്ചത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല, എന്നാൽ പോലും ഈ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ, അതിൻ്റെ ഒരു തുടർ ചികിത്സ ആവശ്യമാണെന്ന ഒരു നിർദ്ദേശം ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്ത്രിയെ കൊണ്ടുപോകുന്നത്. ഏതായാലും ഇവിടെയൊന്നും പോലീസ് വാഹനത്തിൽ തന്നെയാണ്, ആംബുലൻസിലല്ല അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്, പോലീസ് വാഹനത്തിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ ഡോക്ടറുടെ പ്രതികരണം തേടാനുള്ള ഒരു ശ്രമം നടത്താം. എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത. രാവിലെ തലകറക്കമായിരുന്നു ജയിലിൽ തന്ത്രിക്ക് അനുഭവപ്പെട്ടത്. തൊട്ടു പിന്നാലെ ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കുകയായിരുന്നു. ജനറൽ ആശുപത്രിയിൽ ഏതാണ്ട് 1 മണിക്കൂറോളം പ്രാഥമിക ചികിത്സ നൽകി. ECG ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട്. ഏതായാലും ഡോക്ടർ അല്പസമയത്തിനകം പുറത്തേക്ക് വരുമെന്നാണ്. തന്ത്രിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്.